इधर मेरा भी वीडियो बनाओ भैया। ओके ये भाई हमारा शॉप है 2 to 4 एवरी टाइम यार गली फिश अवेलेबल एवरी टाइम। ये क्या है? ये सीडी मुल्लन है। मुल्लन है? हाँ सीडी मुल्लन। सीडी मुल्लन। ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. പിന്നെ ഇവിടെ സാധാരണ മാളിൽ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് സംഭവങ്ങളെല്ലാം. ഇവിടെ ശരിക്കുള്ളതെന്ന് പറഞ്ഞാൽ കാണാനുള്ളത് ഫിഷ് മാർക്കറ്റും വെജിറ്റബിൾ മാർക്കറ്റുമാണ് മെയിനായിട്ടുള്ളത്. ബാക്കിയെല്ലാം സാധാരണ ഷോപ്പുകളിലൊക്കെ ഉള്ളതുപോലെ മാളുകളിലുള്ളതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ഫ്രണ്ട് ഏരിയയിൽ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, ഒരു ബോട്ടിൻ്റെ ഡിസ്പ്ലേ. ഇന്നത്തെ ശകലം തിരക്കുണ്ട്. ഇന്ന് ഈദ് ഡേ ആണ്, അതുകൊണ്ട് മൊത്തത്തിൽ മറ്റുള്ള മാർക്കറ്റെല്ലാം നാൾ കുറവാണ്. പക്ഷെ ഇവിടെ ഇത്തിരി നല്ല തിരക്കുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതുകൊണ്ട് തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഒക്കെ തന്നെ ആയിരിക്കും തിരക്ക്. ഇത് ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഇതതിൻ്റെ മാപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നല്ല കൂളിംഗാണ് അനുഭവപ്പെടുന്നത്. കുറേ സ്റ്റാളുകളെല്ലാം ഇവിടെ വെറുതെ കിടപ്പുണ്ട്. അത് ആൾക്കാർ വരുമായിരിക്കും. ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഇവിടെ എല്ലാം കാലിയായിട്ടാണ് കിടക്കുന്നത്. അറിയില്ല, നല്ല സൂപ്പർ മീനുകൾ കാണാം ഇവിടെ തന്നെ. നീരാളി വർക്കത്തിലുള്ളൊരു സംഭവമാണിത്. വിവിധ തരത്തിലുള്ള ചെമ്മീനുകളാണ്. ഇവിടെ ശകലം വലിയ ഫിഷുകളാണ് ഈ കാണുന്നത്. നെയിം അമൂറിന് ബിഗ് സൈസ്. ഇത് അമൂറാണ്. അമൂറിൻ്റെ ചെറിയ സൈസാണ്. ഇവിടെ നല്ല ബ്ലാക്ക് കളറിലുള്ള സംഭവമാണ്. ബ്ലാക്ക് കളറിലുള്ള ചെമ്മീനാണ് ഈ കാണുന്നത്. നാട്ടിലുള്ള കൂന്തൽ എന്ന് പറയുന്ന സാധനമാണ്. കണവ, സാൽമൺ ആണ്. ഇത് സാൽമൺ. ഇത് പ്രത്യേക ക്രാബാണിത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡാണ് കാണുന്നത്. ഫ്രണ്ട് സൈഡ്, ഇത് ബാക്ക് സൈഡ്. 2 किलो है भैया। हाँ ताइयो ഇവിടെ കൂടുതലും കണ്ടുവരുന്നത് ചെമ്മീനാണ് ഏറ്റവും കൂടുതലുള്ളത്, ഫ്രഷായിട്ടുള്ളത്. ഇവിടെ പലതരത്തിലുള്ള ഫിഷുണ്ട്, നല്ല വലിപ്പമുള്ളത്. കമൂറും ഇവിടെ സ്പെഷ്യൽ രീതിയിലുള്ള ചെമ്മീൻ കാണുന്നത്. വലിയ കാലുകളാണ് ഈ കാണുന്നത്.
ഇന്ന് കാര്യമായിട്ട് എല്ലാ സ്ഥലത്തും ചെമ്മീനാണ്. ഇവിടെ നല്ല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സ്ക്രാബുകളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് കാണാം. ഇത് നീരാളി വർക്കത്തിലുള്ളൊരു പ്രത്യേക തരത്തിലുള്ളതാണ്. ഒക്ടോപ്പസ് ടൈപ്പിലുള്ളതാണ്. സ്റ്റാർ ഫിഷ്, കണവ. ഇത് കറുത്ത കണവ എന്ന് പറയുന്ന സാധനമാണിത്. इधर मेरा भी वीडियो बनाओ भैया। ഓക്കെ. ये भाई हमारा शॉप है 224 एवरी टाइम यार गली फिश अवेलेबल एवरी टाइम। ये सीडी मुल्लन है। मुल्लन है? हाँ सीडी मुल्लन। सीडी मुल्लन। हाँ आपका यूट्यूब है? हाँ या। आपका नाम क्या यूट्यूब पे? दिली क्रिएशंस। हाँ दिली क्रिएशंस। हाँ आएगा आएगा। सही है। ओके थैंक यू. ഇവിടെ എല്ലാം സാധാരണ ഫിഷാണ് കൂടുതലുള്ളത്. ചെറിയ ചെറിയ മത്സ്യങ്ങളാണ്. ഇവിടെ വലിയ മീനെല്ലാം കാണുന്നുണ്ട്. പൊതുവേ ഇന്ന് ആൾക്കാർ കുറവാണ്. ഇവിടെ ഇത്തിരി വലിപ്പമുള്ള മീനുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ വലിയ ഫിഷുകൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10-25 കിലോ ഉള്ള ഫിഷാണ് ഈ കാണുന്നത്. ಇದು ಸಾನ್ ಮೋದ ಇದು ಮೋದ ಸಾನ್ മോട്ട മോട്ട ಮುಟ್ಟ ಇಲ್ಲ ಮೋದ മോട്ട മോത മോത മോത. മോത. ഇവിടെ ചെറിയൊരു അക്വേറിയം ഉണ്ട്. കുഞ്ഞു ഫിഷുകളെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അക്വേറിയം അല്ല. ഇതാ അതിലേക്ക് ലൈവ് ഐറ്റമാണ് ഈ കാണുന്നത്. ശരിക്ക് ലൈവ് സാധനമാണ്. സ്ക്രാബാണ് ഈ കിടക്കുന്നത്.
ഫിഷിൻ്റെ മുട്ടയാണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം ഒരു 8 മണിയോളമായി. ആൾക്കാരെല്ലാം ഏകദേശം കുറഞ്ഞു തുടങ്ങി. ഈദും കൂടെ ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് ആൾക്കാർ കുറവ്. അപ്പോൾ ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ ഫിഷിൻ്റെ ഇവിടെ കഴിയണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെജിറ്റബിൾ സെക്ഷനാണ്. അപ്പോൾ വെജിറ്റബിൾ അപ്പുറത്തെ വശത്താണ്. ഇത് ഇവിടുത്തെ കട്ടിങ് ഏരിയയാണ്. ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. മിഷണറികളാണ് കട്ട് ചെയ്യുന്നത് കൂടുതലും. നമ്മൾ ഫിഷ് വാങ്ങി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് ആയിരിക്കും അതിന് കട്ട് ചെയ്ത് തരുന്നതിനായിട്ട്. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഡെലിവറി ചെയ്യും. ഇത് എന്ത് പുറത്തേക്കുള്ള വഴിയാണ്. ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ പണം അടച്ചിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് 2 പേര് നമ്മളെ കണ്ടു. അപ്പോൾ അവരിങ്ങനെ ഇത് ഫിഷ് ചെയ്യണം. ഓക്കെ.